നമസ്കാരം, ഗുഡ് ഈവനിങ്. മൈ വേൾഡിലേക്കും ഇന്നത്തെ ഈ ടാരോ റീഡിങ്ങിലേക്കും സ്വാഗതം. ഈ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് എന്താണ് യൂണിവേഴ്സ് തരുന്നത് എന്നുള്ളതാണ്. ഞാൻ ഇന്നൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഞാനിവിടെ 2 കാർഡ്സ് എടുത്ത് വെക്കുകയാണ്. അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം ഇവിടെ നിങ്ങൾ പറയുക. അപ്പം അതിനകത്ത് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഏഞ്ചൽസ് ഗൈഡൻസും കൂടെ ഞാൻ വെക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ ഈ ഒരു കാർഡ്സിന് ഒരു ഗൈഡൻസും ഈ ഒരു കാർഡ്സിന് ഒരു ഗൈഡൻസും ഞാൻ വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2. ഓക്കെ, പൈൽ നമ്പർ 1 ഞാൻ നോക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം നടക്കുമോ ഇല്ലയോ? യെസ്, വളരെ ഫാസ്റ്റായിട്ട് നടക്കും എന്ന് തന്നെയാണ്. നൈറ്റ് ഓഫ് സോൾസ് ആണ്. വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടി, ക്ലാരിറ്റിയോടുകൂടി, വളരെ വേഗത്തിൽ തന്നെ നിങ്ങളെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്ന് തന്നെയാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അതെ, അതിനോട് ചേർന്ന എനിക്ക് ഏഞ്ചൽസ് മെസ്സേജ് എന്ന് പറയുമ്പോൾ ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ്. അപ്പം നിങ്ങളുടെ കാര്യം സക്സസ് ആയിട്ട് നടക്കും, നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട് എന്ന് തന്നെയാണ് ഏഞ്ചൽസും യൂണിവേഴ്സും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷൻ എടുത്തവർക്ക് കിട്ടിയിരിക്കുന്നത് അതും യെസ് എന്നുള്ള ആൻസർ തന്നെയാണ്. നിങ്ങൾ പ്രയത്നിക്കുന്നതിൻ്റെ ഫലം തീർച്ചയായും നിങ്ങൾക്ക് 10 മടങ്ങായിട്ട് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. കാരണം അതിന് ഫലം നിങ്ങളെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 8 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറയുമ്പോൾ ധനത്തിൻ്റെ ഊർജ്ജമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ധനപരമായിട്ടുള്ള സാഹചര്യം അനുകൂലമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെയൊക്കെ ഒരു ക്യാഷ് നിങ്ങളിലോട്ട് വരുന്നതായിരിക്കും. ഇൻട്രസ്റ്റ് വരുന്നുണ്ടാവാം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ജോലി നിങ്ങൾ ചെയ്തതിൻ്റെയൊക്കെ ഒരു ശമ്പളം നിങ്ങൾക്ക് വന്നു തുടങ്ങുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ലൈഫ് ടൈം എവിടെയെങ്കിലും സേവ് ചെയ്ത പൈസയുടെ എന്തെങ്കിലുമൊക്കെയുള്ളൊരു ഇൻകം നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യമായിരിക്കാം. എന്തായാലും നിങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിരിക്കാം അത് നിങ്ങളിലോട്ട് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് 100% നിങ്ങൾ ചെയ്യുന്നത് ആത്മാർത്ഥതയോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അതിന് പോസിറ്റിവിറ്റി ഉണ്ടാവും എന്ന് തന്നെയാണ് കാണുന്നത്. യെസ് എന്ന് തന്നെയാണ് അതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം രണ്ടും എനിക്ക് യെസ് എന്ന് തന്നെയാണ്, പോസിറ്റീവായിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, ഈ പോസിറ്റിവിറ്റി നിങ്ങൾ ക്ലെയിം ചെയ്യുക. താങ്ക് യു.